ഹേ ഗായ്സ്, ഇതാണ് ആറ്റിങ്ങൽ മഹോത്സവത്തിൻ്റെ സെക്കൻഡ് പാർട്ട്. നമ്മൾ അവിടെ നിന്ന് അകത്തോട്ട് കയറി വരുമ്പോൾ കാണുന്നത് കുറേ അനിമൽസിൻ്റെ ഒരിതാണ്. പക്ഷെ അതെല്ലാം റോബോട്ടിക്കാണ്. റോബോട്ടിക് എന്ന് പറയുമ്പം തല മാത്രമേ അനങ്ങൂ, പിന്നെ സൈഡിൽ സ്പീക്കർ വെച്ചിരിക്കുന്നതിലാണ് ആ ശബ്ദം എല്ലാം കേൾക്കുന്നത്. ഇതെല്ലാം തല മാത്രമാണ് അനക്കുന്നതെല്ലാം. പിന്നെ ഒരു കങ്കാരും അതിൻ്റെ കുഞ്ഞുമുണ്ട്. അതിനുശേഷം അപ്പുറത്തോട്ട് നോക്കിയാകുമ്പോൾ ഒരു കൊമ്പനെ കാണാം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഈ വലിയ ഷെഡ് കാണുന്ന അതിൻ്റെ അകത്തായിട്ടാണ് കിളികളെല്ലാം. ഈ ഷെഡ് ഇങ്ങനെ ഇട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ കിളികളൊന്നും പറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആൾക്കാർ അതൊന്ന് തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പറന്നു പോകും. അതുകൊണ്ടാണ് ആ തുണിയെല്ലാം ഇട്ട് അത് അടച്ചു വച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കിടില് ഫുള്ള് കിളികളാണ്. അവിടെ ഫുള്ള് ലവ് ബേഡ്സും അതൊക്കെയായിരുന്നു. നല്ല അതിൻ്റെയൊക്കെ എല്ലാം ശബ്ദം കേൾക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അവിടെ പിന്നെ അതാ കുറച്ച് ഫിഞ്ചേഴ്സ് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെ തൊട്ട് നോക്കി. അപ്പോൾ അത് പറന്നു കളഞ്ഞു. അവിടെ ഫുള്ള് ആർട്ടിഫിഷ്യൽ മരങ്ങളും ചെടികളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ട് അവിടെ ഫുള്ള് ഈ ഫിഞ്ചേഴ്സിനെയും പ്രാവിനെയും ലവ് ബേഡ്സിനെയും എല്ലാം തുറന്നു വിട്ടിരിക്കുന്നത് സ്ഥലമായിരുന്നു. അത് കിടിലമായിരുന്നു. ഞാൻ വീഡിയോ എടുത്തു വന്നപ്പോൾ കുറേ കിളികളിങ്ങനെ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്തു. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചേട്ടൻ പൈത്തനെയും കൊണ്ട് നിൽക്കുന്നതാണ്. അതിനെ കണ്ട അസൽ പെരുമ്പാമ്പെന്നേ പറയും. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു കിളീനെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ കുറച്ച് കിളികൾ താഴെ ഇരിക്കുന്നുണ്ട്. ഞാൻ തൊടാൻ നോക്കിയിട്ട് പക്ഷേ പറ്റിയില്ല. അതിനുശേഷം അപ്പുറത്തെ സൈഡിൽ വന്നപ്പോഴും അതേ കണക്കെ തന്നെ വേറെ കളർ കിളികളെല്ലാം ഇരിക്കുന്നുണ്ട്. അതിനുശേഷം കണ്ടത് ഒരു തത്തയായിരുന്നു. അത് നല്ല ഇണക്കമൊക്കെ ഉള്ളതായിരുന്നു. അത് കിളിയായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു തത്തയായിരുന്നു. അതിൻ്റെ തൊടാൻ പോയപ്പം അത് പെട്ടെന്ന് കൊത്താൻ വന്നു. അതാണ് ഞാൻ പെട്ടെന്ന് കൈ മാറ്റിയത്. അപ്പോഴത്തേക്കുമാണ് അവിടുത്തെ ഒരു ചേട്ടൻ ഇഗ്വാനെ എടുത്തുകൊണ്ട് പോകണ കണ്ടത്. അപ്പോഴാണ് ഞാൻ ഇഗ്വാനെ കണ്ടത് തന്നെ. അതിനെ കൊണ്ട് ടേബിളിൽ വെച്ചപ്പം അത് അവിടെ നിന്ന് ചേട്ടൻ്റെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വന്ന് തൊട്ട് നോക്കി. അത് നല്ല ഫ്രണ്ട്ലിയാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ആ പൈത്തനെയൊക്കെ തൊട്ട് നോക്കി. അതും നല്ല ഫ്രണ്ട്ലിയൊക്കെയാണ്. അതൊന്നും ചെയ്യാതെ തന്നെ ആ ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം വാലിൻ്റെ അവിടെ തൊട്ടു, പിന്നെ തലേൻ്റെ അങ്ങോട്ട് തൊടാൻ വേണ്ടി. എന്നാലും എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ തേർഡ് പാർട്ടായിട്ട് ഞാൻ വരുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ലവ് യു ആൻഡ് ബൈ.